F-16 കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ഇതിനെക്കുറിച്ച് അധികമൊന്നും സംസാരിച്ചിട്ടില്ല. നെതർലാൻഡ് നൽകിയിട്ടുണ്ട്, ഡെൻമാർക്കിൽ നിന്നും നൽകി. ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഉക്രൈനിലേക്ക് വന്നാൽ റഷ്യ ഒന്നുമല്ലാതാക്കും. റഷ്യ ഇനി ഞങ്ങളുടെ രാജ്യം തൊടണമെന്ന് പോലും ചിന്തിക്കില്ല. അങ്ങനെ ഒരു ഫൈറ്റർ ജെറ്റ് ഞങ്ങൾക്ക് നൽകണമെന്ന് ഒരുപാട് കാലമായി ചോദിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വാങ്ങി ഉക്രൈൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ വാങ്ങിയതിനു ശേഷം F-16 അകത്തേക്ക് വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല എന്ന രീതിയിൽ വന്ന ഉടൻ തന്നെ ഒരു വലിയ അടിയായിരുന്നു റഷ്യ F-16 നൽകിയത്. അത് ഉക്രൈൻ സമ്മതിച്ചതേ ഇല്ല. ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും F-16 ഒരു ചർച്ചാ വിഷയം മാറിയിരിക്കുകയാണ്. എന്ത് പറ്റി? F-16 റഷ്യക്കെതിരെ അവർ ഉപയോഗിച്ചോ? അല്ലെങ്കിൽ F-16 ഉള്ള ആ ഒരു പ്രദേശത്തെ റഷ്യ ആക്രമിച്ചോ എന്ന് നോക്കിയാൽ 4 F-16 വരെ റഷ്യ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ടാകാം. ഉക്രൈന് ഒരു വലിയ നഷ്ടം സംഭവിച്ചുവെന്ന് 2 ദിവസമായി ഒരു വാർത്ത ഓൺലൈനിൽ പടരുന്നുണ്ട്. ഇത് സത്യമാണോ? അല്ലെങ്കിൽ ഇതിന് പുറകിൽ റഷ്യയുടെ ഒരു കുപ്രചരണമുണ്ടോ? അതുമല്ലെങ്കിൽ സത്യത്തിൽ റഷ്യ F-16 ആക്രമിച്ചിട്ടും ഉക്രൈൻ അവിടെ ശാന്തരായിരിക്കുകയാണോ? കൂടാതെ കാർഖീവ്, ഉഗ്ലദാർ ഇവ രണ്ടിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റഡ് വാർത്തകളും ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. സ്റ്റെറിഗോസ് സ്റ്റാന്യു ഇത് വെസ്റ്റേൺ പ്രദേശത്ത് അല്ലെങ്കിൽ ഉക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവിശ്യ. സ്റ്റെറിഗോസ് സ്റ്റാന്യു എയർഫീൽഡ് എന്നും പറയാം. ഉക്രൈന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റേൺ സൈഡിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. എയർ ബേസസിന്റെ റൺവേസ് എക്സ്റ്റെൻഡ് ചെയ്ത് പണിയുന്ന രീതിയിലുള്ള പല പണികൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എയർ ബേസ് ആണ് ഇത്. ഉക്രൈൻ ഇവിടെ F-16 നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനും ഷാഹിഡ് ഡ്രോൺ ആക്രമണത്തിനും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു എയർ ബേസ് ബലിയാകാറുണ്ട്. ഒരു ദിവസം മുൻപ് ഉക്രൈനിലെ ചില വാർ ബ്ലോഗേഴ്സും റഷ്യയിലെ ചുരുക്കം ചില വാർത്താ ചാനലുകളിലും ഒരു വാർത്ത പുറത്തു വരുന്നു. റഷ്യൻ സൈഡിൽ പറയുന്നത് കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ MiG-31 നിന്നും ഏരിയൽ ലോഞ്ച് വഴി ഇത് ലോഞ്ച് ചെയ്യും. കൂടുതൽ ഈ ഒരു മിസൈൽ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക, എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഹൈപ്പർസോണിക് മിസൈലിനെ, അതും ഈ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലിനെ റഷ്യ അത്ര പെട്ടെന്നൊന്നും ഉപയോഗിക്കാറില്ല. വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റ്സ്, ഉക്രൈന്റെ എയർബേസിനെ ആക്രമിക്കണം, അല്ലെങ്കിൽ ഉക്രൈന്റെ റൺവേസിനെ തകർക്കണം, പാട്രിയോട്ടിനെ തകർക്കണം, ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഈ മിസൈലിന്റെ വില അത്രത്തോളം ഉയർന്നതാണ്. അങ്ങനെയുള്ള മിസൈലിനെ കൂടുതലായും ഉക്രൈന്റെ ഈസി ടാർഗറ്റ്സിന് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് ഉക്രൈൻ സംരക്ഷിച്ചു വച്ചിരിക്കുന്നത് അതിനെ ആക്രമിക്കണം എന്നതിനു വേണ്ടിയാണ് ഇത്രയും ദിവസം റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു 4 ഹൈപ്പർസോണിക് മിസൈൽസിനെ റഷ്യ ലോഞ്ച് ചെയ്തതായി റഷ്യയുടെ സോഴ്സസ് പറയുന്നുണ്ട്. ഉക്രൈനും അത് കൺഫേം ചെയ്തു. സെപ്റ്റംബർ മാസം 26-ാം തീയതി റഷ്യ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്ന് അവർ പറയും. ഇങ്ങനെയുള്ള എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഞങ്ങളിൽ ലോഞ്ച് ചെയ്തു. ഏത് എയർഫീൽഡിലാണോ ഈ ഒരു ആക്രമണം നടന്നത് അതിന്റെ ഔട്ടർ ബിൽഡിംഗ്സിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചുള്ളൂ. റൺവേസിനോ അല്ലെങ്കിൽ എയർപോർട്ടിലുള്ള മറ്റു ഭാഗങ്ങൾക്കോ യാതൊരു കേടുപാടും ഇല്ല എന്ന് ഈ ഒരു ആക്രമണം നടന്നത് സ്ഥിരീകരിച്ചതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു നഷ്ടവും വന്നിട്ടില്ല എന്നാണ് ഉക്രൈൻ ഭാഗത്ത് പറയുന്നത്. എന്നാൽ അതിനുശേഷം സംഭവിച്ചതാണ് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നത്. ഈ ആക്രമണം നടന്നതിന് ശേഷം റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവർ ദിവസവും അവരുടെ അപ്ഡേറ്റ് പുറത്തിറക്കും. ഡെയിലി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ പ്രദേശത്ത് എങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന്. ഇതിൽ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ ലോഞ്ച് ചെയ്തതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും നൽകിയിട്ടില്ല. അതും ഉക്രൈൻ ഭാഗത്ത് നോക്കിയാൽ ഉക്രൈന്റെ പ്രതിരോധ മന്ത്രാലയം, ഉക്രൈന്റെ RBC, കീവ് ഇൻഡിപെൻഡന്റ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ റഷ്യ ഞങ്ങളിൽ ഉപയോഗിച്ചു എന്ന കാര്യം കൺഫേം ചെയ്തു എന്നതല്ലാതെ റഷ്യ ഇത് അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ് റഷ്യ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? എയർബേസിനെ ആക്രമിച്ചു, F-16 ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ അത് റഷ്യക്ക് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ തിരയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇത് നിങ്ങൾ നോക്കുക, ഇത് അമേരിക്കയുടെ നാറ്റോ വാർ ഇൻസ്ട്രക്ടേഴ്സ്, F-16 ഉപയോഗിക്കുന്ന അമേരിക്കയുടെ ഒരു പൈലറ്റ്. ഇദ്ദേഹം അകത്തേക്ക് വരികയും ഉക്രൈൻ പൈലറ്റ്സിന് ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം മരിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഓൺലൈൻ മുഴുവനും വൈറലാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉക്രൈന് F-16 നഷ്ടപ്പെട്ടോ? ഈ ഒരു വ്യക്തി മരിച്ചോ എന്ന് തിരയുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ഈ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട്, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഫേസ്ബുക്കിൽ തന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്മാച്ച് ആകുന്നുണ്ട്.
ഒന്നുകിൽ ഉക്രൈൻ എന്തെങ്കിലും കാര്യം മറച്ചു വെക്കണം, അല്ലെങ്കിൽ റഷ്യ ഏതെങ്കിലും കാര്യം മറച്ചു വെക്കണം. എന്നാൽ ഈ രണ്ട് വിഭാഗവും ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് എയർഫീൽഡ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആക്രമിച്ചപ്പോൾ 2 F-16, കുറഞ്ഞത് 2 F-16 എങ്കിലും അവിടെ ഡാമേജ് വന്നിട്ടുണ്ടാകാം. റഷ്യയുടെ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ നിന്നും MiG-31 വിമാനങ്ങളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നാണ് ഈ മിസൈലിനെ ലോഞ്ച് ചെയ്തത്. അതിനെ ഡിറ്റക്ട് ചെയ്ത ഉക്രൈൻ്റെ റേഡാർസ് ആ പ്രദേശത്തേക്ക് ഒരു എയർ റെയ്ഡ് അലാറം ആക്റ്റീവ് ചെയ്യുന്നു. ആക്റ്റീവ് ചെയ്തതിനു ശേഷം അകത്തേക്ക് വരുന്ന ആ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലിൽ നിന്നും ഈ വിമാനങ്ങളെ സംരക്ഷിക്കണം, ഈ വിമാനങ്ങൾ എങ്ങനെയെങ്കിലും പ്രിവെന്റ് ചെയ്യണം എന്ന് ചിന്തിച്ച് ടേക്ക് ഓഫ് ചെയ്യാനായി ശ്രമിക്കുന്നു. എന്നാൽ അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതിൽ ചില കാലതാമസമുണ്ടായി. അതിൽ മിനിമം 2 F-16 എങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്ന് ഉക്രൈൻ്റെ വാർ ബ്ലോഗേഴ്സും അവരുടെ ന്യൂസ് പുറത്തിറക്കാൻ തുടങ്ങി. റഷ്യയുടെ ചില ഓതന്റിക്കേറ്റഡ് ന്യൂസ് ചാനൽസും ഉണ്ട്, അവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വരാം, ഉക്രൈൻ്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഇത് പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഇത് മനസ്സിലായത്? അപ്പോൾ ഇതൊരു തെറ്റായ വാർത്തയാണോ എന്ന്? ഇത് സത്യമായിരിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ആദ്യത്തെ F-16 ഉക്രൈൻ നഷ്ടപ്പെടുത്തിയല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ഇതിനെക്കുറിച്ച് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഒന്നും പറഞ്ഞില്ല. ഇതുപോലെ തന്നെയായിരുന്നു അവരുടെ ഡെയിലി ഫിഗേഴ്സിലും അത് കാണിച്ചിട്ടില്ലായിരുന്നു. ഉക്രൈനും അതുപോലെ ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇക്കാര്യങ്ങൾ പിന്നീട് ഉക്രൈന്റെ ഭാഗത്തു നിന്നും റഷ്യയുടെ വാർ ബ്ലോഗേഴ്സിൽ നിന്നുമാണ് പതിയെ പുറത്തു വരാൻ തുടങ്ങിയത്. ശരിയായി പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഒരു പൈലറ്റ് മരിച്ചു എന്ന വിവരം ഇതുപോലെ പുറത്ത് ലീക്കാകാൻ തുടങ്ങി. അതിനുശേഷം 3-ാമത്തെ ദിവസമാണ് ഉക്രൈൻ ഒരു കാര്യം സമ്മതിച്ചത്. അതെ, ഞങ്ങളുടെ ആദ്യത്തെ F-16 ഞങ്ങൾ നഷ്ടപ്പെടുത്തി. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു പക്ഷേ ഈ F-16 അറ്റ്ലീസ്റ്റ് ഒരു 2 വിമാനങ്ങളെങ്കിലും, 4 വിമാനം ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. 4 വേണ്ട, നമുക്കിവിടെ 2 തന്നെ എടുക്കാം. ഈ 2 വിമാനങ്ങൾ ഇവിടെ ഡാമേജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉക്രൈന് അത് വലിയൊരു നഷ്ടമായി ഇത് മാറാൻ തുടങ്ങും. കാരണം 6 വിമാനം ഉണ്ടായിരുന്നു, 1 ആദ്യം തന്നെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ 2 നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് 3 മാത്രം. ഈ 2 നെതർലാൻഡ് നൽകിയ വിമാനങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതൊരു ചെറിയ പുകയായി മാത്രം പടർന്ന് പുറത്തു വരികയാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തീപ്പൊരി പോലും ഇല്ലാതെ അവിടെ ഒന്നും തന്നെ പുകയില്ല. കാരണം കഴിഞ്ഞ തവണയും F-16 കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഒരുപക്ഷെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഉക്രൈന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഇത് പുറത്തു പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ആക്രമണം നടന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് റൺവേസും അതിനു ചുറ്റുമുണ്ടായിരുന്ന ചില പ്രദേശങ്ങളും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ പറയുന്നത് ഔട്ടർ ബിൽഡിംഗ്സ് മാത്രമേ ഡാമേജ് ആയിട്ടുള്ളൂ എന്നാണ്. ഔട്ടർ ബിൽഡിംഗ്സ് മാത്രമല്ല, റൺവേക്ക് അടുത്തുള്ള ചില ഹാങ്ങേഴ്സും തകർന്നിട്ടുണ്ട്. അതിനാൽ 99% ഇവിടെ F-16 കേടുപാടുകൾ സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ നശിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആദ്യത്തെ കാര്യം. അടുത്തത് കാർഖീവിലുള്ള ഓൾസ് ആൻഡ് അഗ്രിഗേറ്റ് പ്ലാന്റ് ആണ്. ഈ ഒരു ഫാക്ടറി റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. അതായത് അടുത്തിടെ റഷ്യയുടെ ഒഫൻസീവ് ലോഞ്ച് ചെയ്തല്ലോ, ആ സമയം മുതൽ. ഇത് ഒരാഴ്ചയ്ക്ക് മുൻപ് വന്ന ഒരു വാർത്തയാണ്. ഉക്രൈൻ മീഡിയാസ് പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്ന ആ ഒരു പ്ലാന്റ്, ആ ഒരു ഫാക്ടറി ഉക്രൈൻ തിരികെ എടുത്തു. ഉക്രൈൻ തിരികെ എടുത്തതുകൊണ്ട് റഷ്യ ആ പ്രദേശങ്ങളെ വിട്ട് പിന്നിലേക്ക് പോകാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തുരത്തി ഓടിക്കുകയാണ് എന്ന്. റഷ്യ കാർഖീവിൽ എന്താണോ ചെയ്യണം എന്ന് ചിന്തിച്ചു വന്നത്, അത് അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉക്രൈന്റെ വിജയം ഇവിടെ ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടു. ഇത് അതിന്റെ സ്ക്രീൻഷോട്ടാണ്. ഇത് ഒരാഴ്ചയ്ക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ? ഉക്രൈൻ സൈന്യത്തെ അകത്തേക്ക് വരുത്തുകയും ഈ പ്ലാന്റ് മുഴുവനും ഉക്രൈൻ നിയന്ത്രണത്തിലാക്കിയതിനു ശേഷം റഷ്യയുടെ ഏരിയൽ ആക്രമണം നടക്കുകയും കുറഞ്ഞത് 150 സൈനികരെങ്കിലും ഒറ്റ ദിവസത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം. സത്യത്തിൽ റഷ്യയുടെ ഒരു കെണിയായിരുന്നു ഇത്. ഒരാഴ്ചയ്ക്ക് മുൻപ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടു, റഷ്യ പിന്നിലേക്ക് പോകുന്നുവെന്ന്. എന്നാൽ അവർ പോയതിനുള്ള കാരണം മറ്റൊന്നായിരുന്നു. റഷ്യ ഇപ്പോൾ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനേക്കാളും ഉക്രൈന്റെ ട്രൂപ്സിനെയാണ് നശിപ്പിക്കാൻ തുടങ്ങിയത്. എത്ര പേരാണ് ഇത് ശ്രദ്ധിക്കുന്നത് എന്നറിയില്ല. റഷ്യയുടെ അതിർത്തികൾ വിപുലീകരിക്കുക എന്ന ആ ഒരു കണക്കുകൂട്ടലിൽ നിന്നും അല്പമൊന്ന് മാറി
ഉക്രൈൻ സേനയെ വലിയ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എണ്ണസംഖ്യ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 150 പേരാണ് ഒറ്റ ദിവസത്തിൽ ഉക്രൈൻ നഷ്ടപ്പെട്ടതെങ്കിൽ അത് ഒരു പ്രദേശത്തെ നഷ്ടപ്പെടുന്നതിലും വലിയൊരു നഷ്ടം തന്നെയാണ്. ഉക്രൈൻ വിചാരിച്ചത് റഷ്യ പിന്നിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിഫൻസീവ് ലൈൻ സ്ട്രോങ് ആക്കാം എന്ന് കരുതി ആ ഒരു ഫാക്ടറി അവർ ഉടമസ്ഥതയിലാക്കി. എന്നാൽ അടുത്ത 2ാമത്തെ ദിവസം തന്നെ അതിനെ ചുറ്റി റഷ്യയുടെ ആർട്ടിലറി, റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈന് വേണ്ടി സെറ്റ് ചെയ്ത കെണികൾ എന്നത് ദിവസം കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒഗ്ലദാറിനെ റഷ്യ മുഴുവനായും എൻസൈക്കിൾ ചെയ്തു. അവസാനമായി ഒരേ ഒരു എക്സിറ്റ് മാത്രമേ ഉക്രൈൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു എക്സിറ്റ് പാത്ത് പോലും ഇപ്പോൾ ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. 15 കിലോമീറ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 കിലോമീറ്ററായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഉക്രൈനുള്ളത് 2 വഴി മാത്രമാണ്. ഒന്നാമത്തേത് റഷ്യയെ എതിർത്ത് പോരാടുക, അല്ലെങ്കിൽ റഷ്യക്ക് മുൻപിൽ കീഴടങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവിടം വിട്ട് പുറത്തു പോകാനാകാതെ പ്രിസണർ ഓഫ് വാഴ്സായി മാറുക. അതുമല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായി ഈ ഒരു വഴിയിലൂടെ തന്നെ പുറത്തേക്ക് വരണം. പക്ഷേ അവർ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും. കാരണം അവരുടെ പ്രദേശം വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന വൈരാഗ്യം. കൂടാതെ തിരിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇവരെ കൊണ്ട് ആയുധങ്ങളൊന്നും വാങ്ങാൻ സാധിക്കില്ല. അപ്പോ ഇവിടെ PR-ഉം ഉണ്ട്, അതുപോലെ ഉക്രൈന്റെ ഒരു വിൽ പവറും ഉണ്ട്. കൂടാതെ ഈ ഒരു ഒഗ്ലദാർ ഭാഗത്ത് വളരെ മോശമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ഫോസ്ഫറസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ സിവിലിയൻ ടാർഗറ്റ്സ് ഉള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെയുള്ള വെപ്പൺസ് റഷ്യ ഒരുപാട് സ്ഥലങ്ങളിൽ, ഉക്രൈൻ സോൾജേഴ്സ് എവിടെയെല്ലാമാണോ ഉള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സിവിലിയൻ ടാർഗറ്റ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഒരു വാർ ക്രൈമാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം വരാം, കാർഖീവിൽ എന്തിനാണ് റഷ്യ പുറത്തേക്ക് പോവുകയും ഉക്രൈനെ അകത്തേക്ക് കൊണ്ടുവന്ന് ആക്രമിക്കുകയും ചെയ്തത്? റഷ്യക്ക് അവിടെ ഉള്ളപ്പോൾ തന്നെ ആക്രമിക്കാമല്ലോ എന്ന്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. റഷ്യക്ക് ഈ ഒരു സ്ഥലത്ത് അവരുടെ പ്രദേശം ക്യാപ്ചർ ചെയ്യുക എന്നതിലും ഉക്രൈന്റെ മാൻ പവർ കുറയ്ക്കുക, അതാണ് ലക്ഷ്യം. ഈ ഒരു ഫാക്ടറി എന്തുകൊണ്ട് ഇത്രത്തോളം പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി വളരെ കൂടുതലാണ്. ഒരു ബങ്കറായി നമുക്കിതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉക്രൈനെ കൊണ്ടുവന്ന് ആക്രമിക്കുക എന്നുള്ളത് റഷ്യയുടെ ഒരു തന്ത്രമായി മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നും ഒരറിയിപ്പ് വന്നു. കമല ഹാരിസ് പറഞ്ഞത്, പുടിൻ, ട്രംപ് ഇവരെ രണ്ടുപേരെക്കുറിച്ചും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈനെ കുറിച്ച് നമ്മൾ ആദ്യം പറയണം. പുടിനുമായി ഒരു ചർച്ചയ്ക്ക് പോകണം എന്ന് പറയുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ പുടിനെ ഇവിടെ സമാധാന ചർച്ചയ്ക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കാനേ പാടില്ല. ഉക്രൈൻ ഇവിടെ ജയിക്കണം. ഉക്രൈൻ ജയിക്കുന്നത് മാത്രമാണ് അമേരിക്കയുടെ താല്പര്യം എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ ഉക്രൈനെ സംബന്ധിച്ച് എത്രത്തോളം പെട്ടെന്ന് ഒരു സമാധാന ചർച്ചയ്ക്ക് പോകുന്നുവോ അത്രത്തോളം നല്ലതായിരിക്കും. കാരണം റഷ്യയുടെ തന്ത്രം നിമിഷങ്ങൾ തോറും മാറുകയാണ്. ഈ ഒരു യുദ്ധം നീണ്ടുകൊണ്ടു പോവുകയാണെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ആളുകൾക്കായിട്ടുള്ള ഒരു വലിയ ക്ഷാമം തന്നെ ഉക്രൈൻ നേരിടേണ്ടി വരും. ഉക്രൈനെ ഇത് ഇപ്പോൾ ബാധിക്കില്ല, ഭാവിയിൽ നിരവധി പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകും. അതിനാൽ ഉക്രൈൻ കഴിയുന്നത്ര ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിനിടയിൽ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഒരു അനൗൺസ്മെന്റ് പുറത്തിറക്കി. JSOW റഷ്യയുടെ വിമാനങ്ങളെ തടയണം എന്നുണ്ടെങ്കിൽ, റഷ്യയുടെ എയർബേസസിനെ ഉക്രൈന് എതിരെ ഉപയോഗിക്കാതെ തടയണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ആണ് ഉപയോഗിക്കുക. അതിന്റെ ഒരു പാക്കേജ് ഉക്രൈൻ ഇപ്പോൾ നൽകുന്നതായി പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ നൽകുന്നതൊന്നും ഒരു പ്രശ്നമല്ല. ഈ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് റഷ്യക്കെതിരെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലൈനോട് ചേർന്ന് ഒരു പ്രത്യേക ദൂരത്തിൽ ഉക്രൈൻ വിമാനങ്ങൾ വരണം. ഉക്രൈന് ഉള്ളതിൽ വെച്ച് MiG-29, അതിൽ നിന്നും ഈ സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ F-16 വെച്ച് മാത്രമേ ഇത് ലോഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം 120+ റേഞ്ച് നൽകും. ലോ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ലോഞ്ച് ചെയ്താൽ അത് പകുതിയായി കുറയും. 50+ കിലോമീറ്റർ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഇവ രണ്ടും ഇപ്പോൾ പ്രശ്നം തന്നെയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകണം, അല്ലെങ്കിൽ ഉക്രൈൻ എത്രത്തോളം അവരുടെ വിമാനങ്ങളെ റഷ്യയുടെ ഫ്രണ്ട് ലൈനോട് ചേർത്ത് കൊണ്ടുപോകുന്നുവോ അത്രത്തോളം കൂടുതൽ റഷ്യയുടെ റഡാറുകളിൽ ഈ വിമാനങ്ങൾ അകപ്പെടും. ഇനി ലോ ആൾട്ടിറ്റ്യൂഡിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റഡാറുകളിൽ ഉക്രൈൻ്റെ വിമാനം അകപ്പെടും. ഈ രണ്ടു വശത്തും ഉക്രൈന് പ്രശ്നം അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയേക്കാൾ വലിയൊരു പ്രശ്നമായി ഇപ്പോൾ F-16 മാറിയിട്ടുണ്ട്.
കാരണം MiG-29 അല്ലെങ്കിൽ F-16 നിന്ന് മാത്രമേ ഇവയെ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. F-16-ൽ 3 വിമാനങ്ങളെ മാറ്റിവെച്ചാൽ ബാക്കി 3 വിമാനങ്ങൾ മാത്രം. അപ്പോൾ ഈ 3-ൽ നിന്നും ഒരു ദിവസം എത്ര ഇവരെ കൊണ്ട് ലോഞ്ച് ചെയ്യാൻ സാധിക്കും? ഒരു പ്രത്യേക ഫ്ലൈറ്റ് അവേഴ്സിന് ശേഷം ഒരു മിഷൻ അവസാനിപ്പിച്ചിട്ട് വന്നാൽ മിനിമം 8-9 മണിക്കൂറെങ്കിലും സർവീസ് ചെയ്യണം. F-16 നല്ല കണ്ടീഷനിലാണെങ്കിൽ തന്നെ ഈ ഒരു സമയം എടുക്കും. ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് നൽകിയിട്ടുള്ളതെല്ലാം എക്സ്പയർ ആകേണ്ട കണ്ടീഷനിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളാണ്. അപ്പോൾ അതിനായിട്ടുള്ള സർവീസ് പെയർ എന്നത് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ എങ്ങനെയായാലും അമേരിക്ക അത്ര പെട്ടെന്ന് ഉക്രൈൻ വാർ അവസാനിപ്പിക്കില്ല. എങ്ങനെയെങ്കിലും സെലൻസ്കിയെ പുറം ലോകത്തിന് ഒരു വിന്നറായി കാണിക്കണം, റഷ്യയെ ലൂസറായി മാറ്റുകയും ഉക്രൈൻ ജയിച്ചതായി കാണിക്കണം എന്നതിനു വേണ്ടി എത്രയോ കാര്യങ്ങൾ അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് പ്രതീക്ഷിച്ച ഫലം നൽകുമോ എന്നുള്ളതാണ് ഒരു സംശയം. മറ്റൊരു വശത്ത് റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ വീണ്ടും മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതും മാറ്റുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ടേൺ അടിച്ച് മറ്റൊരു ദിശയിലേക്ക് പോകാൻ തുടങ്ങും. കാത്തിരുന്ന് കാണാം ഈ ഒരു പ്രശ്നമെല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.